ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂലൈ 9 ചൊവ്വാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. നിഫ്റ്റി 24,000 വരെയും ഒരു പുൾ ബാക്ക് എടുത്ത് ഇറങ്ങി വരുമോ, അതോ ഇന്നലത്തെ ക്ലോസിങ്, ഇന്നലത്തെ ഡേ ലോയിൽ സപ്പോർട്ട് എടുത്ത് ഇന്ന് തിരിച്ചു പൊങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു പുൾ ബാക്ക് നോർമലി വന്നു കഴിഞ്ഞാൽ 300 പോയിന്റിലധികമൊക്കെ വരാറുണ്ട്. സോ 24,000 ആയിരിക്കും ഈ ഒരു പുൾ ബാക്ക് ഉണ്ടെങ്കിൽ അതിലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു നെഗറ്റീവ് മൂവ്മെൻ്റ് ആണ് തരുന്നത്. 52,000 ഹോൾഡ് ചെയ്തില്ലെങ്കിൽ, അവിടെ സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ പുൾ ബാക്ക് കുറച്ചുകൂടി താഴോട്ട് പോകും. ഒരു 50,000 വരെയൊക്കെ ചിലപ്പം എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഡെൽറ്റ കോർപ്പ് ഒത്തിരി പേര് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 8% ഒരു വർധനവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കാരണം ഇന്ന് അതിൻ്റെ റിസൾട്ടാണ്, ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടാണ് ഇന്ന്. സോ റിസൾട്ടിന് മുന്നോടിയായിട്ട് ആ സ്റ്റോക്ക് നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. സോ ഒന്നുകിൽ അവിടെ ഒരു ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് റാലി കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ഒരു ന്യൂസിൽ വന്ന ഒരു സ്റ്റോക്കാണ്, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസും അതായത് US മാർക്കറ്റ് ഒരു മിക്സ്ഡ് റെസ്പോൺസിലാണ് ക്ലോസ്. നസ്ദാക്ക് 50 പോയിന്റ് ഗ്രീനിലാണ്, S&P 500 5 പോയിന്റ് ഗ്രീനിലാണ്, ഡോ ജോൺസ് 31 പോയിന്റ് ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളിൽ നോക്കുകയാണെങ്കിൽ നിക്കി 426 പോയിന്റ് ഗ്രീനിലാണ്, ഹാങ്സങ് ചൈനയുടെ മാർക്കറ്റ് റെഡിലാണ്, STI 18 പോയിന്റ് ഗ്രീനിലാണ്, കോസ്പി ജസ്റ്റ് ബ്രേക്ക് ഈവനായിട്ട് നിൽക്കുകയാണ്. ദെൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,380 ഇന്നത്തെ ഓപ്പണിംഗ് 24,398 അതായത് 18 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് തന്നിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റ് ഓപ്പണായിട്ട് തിരിച്ച് 398 ഓപ്പൺ ആയെങ്കിലും 388 തിരിച്ചിറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ 380 ഒരു 8 പോയിന്റിൻ്റെ ഒരു ഗ്രീൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹയർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമാണ് ഇന്നലത്തെ ക്ലോസിങ്ങുമായി കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ഡേ ഹൈ ഇതുവരെയായിട്ട് വന്നിരിക്കുന്നത് 24,407 അതുപോലെ ഇന്നത്തെ ഡേ ലോ 379 വരെയും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ചെറിയൊരു റേഞ്ചിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇതിൽ ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ UK BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ഇയർ ഓൺ ഇയർ, ഓസ്ട്രേലിയ വെസ്റ്റ്പാക് കൺസ്യൂമർ കോൺഫിഡൻസ് ചേഞ്ച്, ഓസ്ട്രേലിയ NAB ബിസിനസ് കോൺഫിഡൻസ്, മെക്സിക്കോ കൺസ്യൂമർ കോൺഫിഡൻസ്, മെക്സിക്കോ ഇൻഫ്ലേഷൻ റേറ്റ്, USA 3 ഇയർ നോട്ട് ഓപ്ഷൻ. ഇത്രയും ഇവൻറ്റുകളാണ് ഇന്നത്തേക്ക് വരാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡെൽറ്റ കോർപ്പറേഷൻ, GM ബ്രിവറീസ്, ഇരായ ലൈഫ് സ്പേസ്, RS സോഫ്റ്റ്വെയർ, രജനീഷ് വെൽനസ്, വെഞ്ചുറ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ, ഇത്രയും ഈ കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ് ഉണ്ട്, ബന്ധൻ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഇൻഡസ് ടവർ, PEL, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നത്തെ F&O ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 60 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,866 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 2,927 കോടിയുടെ ബൈങ് ആണ് ഇന്നലെ നടന്നത്. ഈ മാസത്തിൽ 6,935 കോടിയുടെ ബൈങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അതേപോലെ 2,481 കോടിയുടെ ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗത്തു നിന്ന് ബൈങ് ആണ് നടന്നിട്ടുള്ള 9,417 കോടിയുടെ ബൈങ് ആണ് നടന്നിട്ടുള്ളത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,329 ഓപ്പണായി. ദെൻ അവിടെ നിന്ന് 8 പോയിന്റ് നഷ്ടത്തിൽ 24,321 ക്ലോസ് ചെയ്തു. 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് 1.37% ഒരു ഗ്രോത്താണ് കിട്ടിയിരിക്കുന്നത്. 328 ഒരു അല്ലെങ്കിൽ ഒരു ഗെയിനാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസവും അതേ സെയിം ലെവലിലാണ് പോകുന്നത്. 328 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിക്ക് ഈ ഒരു മാസത്തിൽ, ജൂലൈ മാസത്തിൽ കിട്ടിയിരിക്കുന്നത്.
ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു പ്രൈസ് ആക്ഷൻ, അതിന് ക്രോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. അപ്പോൾ നാരോ CPRന്റെ ഒരു ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 13.6-ലാണ്. ദെൻ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.98 ആണ്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,500-ലാണ്. 55 ലക്ഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് 24,000-ലാണ്. 69 ലക്ഷം പുട്ട് റൈറ്റിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 107 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 28 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 45 പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 166 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ദെൻ നമുക്ക് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ഒരു മന്ത്ലി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ടിൽ, അതല്ലെങ്കിൽ മന്ത്ലി നോട്രേഡ് സോൺ ബ്രേക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ കയറിപ്പോയി R1 അല്ലെങ്കിൽ പ്രീവിയസ് മന്തിൻ്റെ R1 ഇടയിലുള്ള ഒരു സോണിൽ ഫിൻ നിഫ്റ്റി നല്ല രീതിയിൽ ഒന്ന് കൺസോൾട്ടേഷനിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ടിന് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വീണ്ടും ആ ഒരു പ്രീവിയസ് മന്തിൻ്റെ ആ ഒരു സോണിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇവിടുത്തെ ഒരു കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ നിന്ന് ഒന്നുകിൽ തിരിച്ചിറങ്ങി വരണം, അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഈ മാസം എത്തേണ്ടത് 25,278 നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റെസ്പോൺസ് തരുന്നത് എന്ന്. എന്തായാലും ഇന്നത്തെയും ഇന്നലത്തെയും 2 ദിവസത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, ഒരു ദിവസം ഡോജി, പിറ്റേ ദിവസം അതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു ഡോജി എന്ന് തന്നെ പറയാൻ പറ്റും. സോ നമുക്കിവിടെ വേണ്ടത് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് R1 സപ്പോർട്ട് എടുത്ത് യെസ്റ്റർഡേ പ്രീവിയസ് മന്ത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറാണ് വേണ്ടത്. സോ അതിനിടയിൽ ഈ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹയർ സൈഡും ഈ ഒരു ലോവർ സൈഡും ഇതിൻ്റെ ഇടയിലാണ് മാർക്കറ്റ് കളിക്കുന്നതെങ്കിൽ പിന്നെ അത് കൺസോൾട്ടേഷൻ തന്നെയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നത് വരെയും പ്രോപ്പർലി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഇനി ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിങ് ഇന്നത്തെ ഒരു നോട്രേഡ് സോണിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എന്താ പറയുക നാരോ CPR ആണ് ഇന്ന് ഫിൻ നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നോട്രേഡ് സോണിൻ്റെ അകത്ത് ലോവർ സൈഡിലാണ് ഇപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ CPR വന്ന് കിടക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ എക്സ്ട്രീം നാരോ റേഞ്ച്, അതായത് ഇതേപോലെയുള്ള ഇത്രയും ചെറിയ നാരോ റേഞ്ചിലേക്ക് ട്രേഡിങ് പോവും. അല്ലെങ്കിൽ എക്സ്ട്രീം വൊളാറ്റൈൽ ആയിട്ടുള്ള ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടും. ഈ 2 സിഗ്നൽസും കിട്ടും. ഈ ലോവർ സൈഡ് ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്നുകിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് അങ്ങ് തിരിച്ച് ഒരു കൺസോൾട്ടേഷനിൽ പോകും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഹെവി ആയിട്ട് ലോവർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഈവൻ ഗ്യാപ്പ് ഓപ്പണിംഗ് ചെയ്തിട്ട് താഴോട്ട് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി ഇത് ഈ സിഗ്നൽ, ഈ റാസ് ലെവൽസിൻ്റെയും CPRൻ്റെയും കോമ്പിനേഷൻ എനിക്ക് തരുന്ന സിഗ്നൽസാണ്. മാർക്കറ്റ് അതിൻ്റെ രീതിയിൽ പോവും. ചിലപ്പോൾ ന്യൂസ് നല്ല രീതിയിൽ നെഗറ്റീവ് ന്യൂസിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മാർക്കറ്റ് താഴെ ഓപ്പൺ ആവും, പിന്നീട് മുകളിലോട്ട് പോകും, അല്ലെങ്കിൽ മുകളിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് പോകും. അതിന് ആർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് കരുതരുത്. നിങ്ങളുടേതായ വിലയിരുത്തൽ കൂടി, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി ഇന്ന് മാർക്കറ്റ് എവിടെ ഓപ്പൺ ആവും, എവിടെ ഓപ്പൺ ആയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ 23,600 മുതൽ 23,577 വരെയുള്ള ഏകദേശം ഒരു 25 പോയിന്റിൻ്റെ ഒരു സോണുണ്ട്. 604 മുതൽ 577 വരെയുള്ള 27 പോയിന്റിൻ്റെ ഈ ഒരു സോണിൽ നമ്മൾ ഫ്രഷ് എൻട്രീസ് ഇതിൻ്റെ അകത്ത് വെച്ചെടുക്കില്ല. ഇത് ഒന്നുകിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരു ഹയർ സൈഡിലേക്ക് മൂവ്മെൻറ്റ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ താഴോട്ട് ഉള്ള ഇതാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ലെവലിലേക്ക് താഴോട്ടാണെങ്കിൽ അതിന് അങ്ങനെ പുട്ടിലേക്കുള്ള എൻട്രി നോക്കാം. ഇനി മാർക്കറ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കാൻ പോകുന്നത് 23,483 476 എന്നുള്ള ഈ ഒരു റേഞ്ചിലാണ്. അതായത് ഇവിടെ സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. 500ൻ്റെ ഒരു എഫക്റ്റ് ഇവിടെയാണ് വന്ന് നിൽക്കുക. 500ലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ ഒരു വിക്ക് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇനി അതല്ല ഇതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ തിരിച്ച് ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 23,424 ഇതാ ഈ ഒരു ലെവലിലേക്കാണ് ഡേ ലോ പ്രതീക്ഷിക്കുന്നത്. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഒരു ഫോളോ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക്
ഇതാ ഈ ഒരു ലെവൽ വരെയും പോകും. 23,290, 23,300 വരെയൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ ഇറങ്ങിപ്പോയേക്കാം. അപ്പോൾ നോ ട്രേഡ് സോൺ ഇതാണ്. ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടും മാർക്കറ്റിൽ. ഇന്നത്തെ ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 23,424 400 ലെവലിലേക്ക്. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 23,294 വരെ മാർക്കറ്റ് പോയേക്കാം. ഇനി മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് കിട്ടുന്നതെങ്കിൽ 23,697, 600, അതായത് 700 അടുപ്പിച്ചിട്ടുള്ള ഈ ഒരു സോണിൽ യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്നത് 23,750 ഇനി ഒരു റെയർ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഫർദർ 23,886 വരെയൊക്കെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരു ലാസ്റ്റ് ഒരു ഹയർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും പോകും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പ്രതീക്ഷിച്ച മൂവ്മെന്റ്, നല്ല മൂവ്മെന്റ് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ആ മൂവ്മെന്റ് മൊത്തം കൊണ്ടുപോയി കളയാൻ പോകുന്നത് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലാണ്. ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാലും പിന്നെ മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടാവില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രീ മാർക്കറ്റ് സെഷനിൽ ഹെവി ആയിട്ട് പണം പമ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാർക്കറ്റിനെ ഒന്നിൽ സെറ്റ് ചെയ്ത് വയ്ക്കും, താഴെ അല്ലെങ്കിൽ മുകളിൽ എന്നുള്ളത്. അപ്പോൾ ആ കിട്ടേണ്ട മൂവ്മെന്റ്, ഇൻട്രാഡേയിൽ കിട്ടേണ്ട മൂവ്മെന്റ് മൊത്തം പ്രീ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻട്രാഡേയിൽ വലിയ മൂവ്മെന്റ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ അതാണ് അവസ്ഥ. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ട്രേഡ് ചെയ്യുക. FNO ട്രേഡ് എന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. കാശ് പോകാൻ സാധ്യത 99% കാശ് പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ 1% വിജയിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സോ എല്ലാവർക്കും നല്ല ദിവസം വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.